RLV രാമകൃഷ്ണനെ വംശീയമായി അധിക്ഷേപിച്ച നർത്തകി കലാമണ്ഡലം സത്യഭാമ ഒരു കലാകാരി മാത്രമല്ല, വിവാദ നായികയാണ്. രാമകൃഷ്ണനെതിരായ പരാമർശത്തിൽ അവരുടെ ജാതിബോധത്തിനൊപ്പം അഹംഭാവവുമാണ് പുറത്തു വന്നത്. ഒരു കലാകാരിക്കപ്പുറം ആരാണ് സത്യഭാമ എന്ന് വ്യക്തമാകണമെങ്കിൽ അവരുടെ വീട്ടിലേക്കൊന്ന് പോകണം. സംഭവം 2022 നവംബറിലാണ്. മകൻ അനൂപിന്റെ വിവാഹം കഴിഞ്ഞ് 5-ാം നാൾ. സ്ത്രീധനത്തിന്റെ പേരിൽ മരുമകളുടെ താലി വലിച്ചു പൊട്ടിച്ചു, മുഖത്ത് ആഞ്ഞടിച്ചു, 35 പവൻ സ്വർണം തട്ടിയെടുത്തു. മരുമകളുടെ പരാതിയിൽ സ്ത്രീധന പീഡന കേസിൽ 2-ാം പ്രതിയാണ് സത്യഭാമ. രാമകൃഷ്ണനെതിരായ പരാമർശത്തിലും അവർക്കെതിരെ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തിട്ടുണ്ട്. മരുമകളുടെ 35 പവൻ സ്വർണം തട്ടിയെടുത്ത് വീണ്ടും 10 ലക്ഷം രൂപ ആവശ്യപ്പെട്ടെന്ന് തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസ് രജിസ്റ്റർ ചെയ്ത FIR-ൽ പറയുന്നു. പരാതിക്കാരിയുടെ മാതാപിതാക്കളുടെ വീടും വസ്തുവും മകൻ അനൂപിന്റെ പേരിൽ എഴുതി കൊടുക്കാൻ സത്യഭാമ നിർബന്ധിച്ചു. മകൻ കെട്ടിയ താലി പൊട്ടിക്കുകയും മുഖത്ത് ആഞ്ഞടിക്കുകയും ചെയ്തെന്നും FIR-ലുണ്ട്. നിലവിൽ മുൻകൂർ ജാമ്യത്തിലാണ് 1-ാം പ്രതി അനൂപും 2-ാം പ്രതിയായ സത്യഭാമയും. 5 ദിവസം മാത്രമാണ് പെൺകുട്ടിക്ക് സത്യഭാമയുടെ വീട്ടിൽ താമസിക്കാൻ കഴിഞ്ഞത്. ആദ്യ ദിനം മുതൽ തന്നെ സ്ത്രീധന പീഡനം തുടങ്ങിയതായി പെൺകുട്ടി നൽകിയ പരാതിയിൽ പറഞ്ഞിരുന്നു. സത്യഭാമയും മകനും ജോലിക്കാരിയും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. സ്ത്രീധന പീഡനത്തെക്കുറിച്ചറിഞ്ഞ് പെൺകുട്ടിയുടെ വീട്ടുകാരെത്തിയപ്പോൾ അവരുടെ മുന്നിലും സത്യഭാമ അപമര്യാദയായി പെരുമാറിയതായി പരാതിയിൽ പറഞ്ഞിട്ടുണ്ട്. അതിനിടെ RLV രാമകൃഷ്ണനെതിരായ പരാമർശത്തിൽ കലാമണ്ഡലം സത്യഭാമയ്ക്കെതിരെ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. തൃശൂർ SP-യും സാംസ്കാരിക വകുപ്പ് സെക്രട്ടറിയും 15 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് നൽകണമെന്നും കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. വിവാദ പരാമർശത്തിൽ സമൂഹ മാധ്യമങ്ങളിലടക്കം സത്യഭാമയ്ക്കെതിരെ പ്രതിഷേധം തുടരുകയാണ്. ന്യൂസ് 18 തിരുവനന്തപുരം.